വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി ലളിതമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആഘോഷിക്കുകയുമൊക്കെ ചെയ്യുന്ന ആ വിശ്വാസ സത്യങ്ങളെ വളരെ ലളിതമായും ആധികാരികമായും നമുക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും ദൈവശാസ്ത്ര വിഷയങ്ങൾ, വളരെ ഗഹനങ്ങളായ വിഷയങ്ങൾ ഏറ്റവും ലളിതമായി ആളുകൾക്ക് സംവദിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനുമായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. കുമ്പസാരം എന്ന കുദാശയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആരംഭിച്ചു. അപ്പോൾ ആ എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധ കുമ്പസാരം യേശു സ്ഥാപിച്ചതാണോ എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ആ സക്രമെൻ്റ് ഓഫ് കൺഫഷൻ എന്ന അതിൽ നിന്നും സക്രമെൻ്റ് ഓഫ് റിക്കൺസിലിയേഷൻ എന്ന തരത്തിലേക്ക് ഒന്ന് ഉയർന്ന് ചിന്തിക്കുകയും ഒരു പുതിയ കാഴ്ചപ്പാട് ഈ കുമ്പസാരം എന്ന കുദാശയ്ക്ക് നൽകുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ച് അച്ഛൻ വിശദീകരിച്ചു. എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള സാധാരണ ആളുകൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലൊക്കെയുള്ള ചോദിക്കുന്ന ഒരു ചോദ്യം, വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനി ആവുക എന്നത് മാമോദീസായിലൂടെയാണ്. അപ്പോൾ മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ വിശ്വാസം സ്വീകരിച്ച് ദൈവമക്കളാകുന്നു, പൂർണ്ണമായും പാപമോചിച്ച് ഒരു പുതിയ ജീവൻ, ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ ആ പാപമോചനത്തിൻ്റെ ഇത് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടു എന്നാണ് പറയുക, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മാമോദീസായിലൂടെ അവൻ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായെങ്കിൽ, ഒരു പുതിയ സൃഷ്ടിയായെങ്കിൽ, പിന്നെ എന്തിനാണ് വീണ്ടും ഒരു കുമ്പസാരം എന്ന് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് അച്ഛന് അതിന് മറുപടിയായിട്ട് പറയാനുള്ളത്? മാമോദീസായിലൂടെ വീണ്ടെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സത്യമാണ്. അതാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. പക്ഷേ ഈ വീണ്ടെടുക്കപ്പെട്ട ആൾ വീണ്ടും ജീവിക്കുന്നത് ലോകത്തിലാണ്. അവിടെയാണ് വീണ്ടും ഒരു പാപം ചെയ്യാനുള്ള സാധ്യതകളുടെ ഒരു പരിസരം ഒരുങ്ങുന്നത്. അപ്പോൾ ഈ നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ജന്മപാപം നമ്മളിൽ നിന്ന് നീക്കിക്കളയുന്നു. പക്ഷേ നമുക്കറിയാം, അതോടെ പാപം ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചാച്ചിൽ, തിന്മയുടെ പക്ഷം തിരഞ്ഞെടുക്കാനുള്ള ഒരു ചാച്ചിൽ അതിലൂടെ നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലല്ലോ, റോബോട്ട് പോലെയായിരിക്കും. ഇപ്പോൾ ഞാൻ മാമോദീസ സ്വീകരിച്ചു, എൻ്റെ പാപം മുഴുവൻ നീങ്ങിപ്പോയി, ഇനി എനിക്ക് പാപം ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. എനിക്ക് ഇടയ്ക്ക് ഒരു തെറ്റ് ചെയ്യണം, എൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കണം എന്ന് തോന്നാൻ അവിടെ പിന്നെ സ്വാതന്ത്ര്യം ഇല്ല. കാരണം ഏതോ നിർണയിക്കപ്പെട്ടതുപോലെ പ്രീഡെസ്റ്റിൻഡായിട്ട് ഇങ്ങനെയാണ് പോവുകയാണ് മനുഷ്യൻ. ഇടയ്ക്ക് ഇനി പല വിചാരം വന്നാലും ഒരിക്കലും അത് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, കാരണം കണ്ടീഷൻഡായി പോകും. അപ്പോൾ ഓരോ പ്രാവശ്യവും മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി വീണ്ടും ഈ ലോകത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അവൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരുടെ ഉള്ളിലെല്ലാം നന്മയും തിന്മയും ഇടകലർന്നാണ് ഈ ലോകത്തിൽ ജീവിക്കുക ഉള്ളത്. ഇനി മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ജനിതകമായ വാസനകളുണ്ട്. ഇപ്പോൾ നമുക്ക് 46 ക്രോമോസോമുകൾ കൂടിയിട്ടാണ് ഒരു മനുഷ്യജന്മം ഉണ്ടാകണേ എന്ന് നമുക്കറിയാം. ഈ ജന്മത്തിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷികത എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അതിലെ ഒരു അപ്പച്ചനിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും അല്ലെങ്കിൽ പൂർവികരിൽ നിന്നും അവർക്ക് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള കഴിവുകൾ കടന്നു വരുന്നത് പോലെ തന്നെ നമുക്ക് ഇതുവരെ അതൊരു ഏതെങ്കിലും ലബോറട്ടറിയിൽ ക്യാമറയിൽ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല, ഇങ്ങനെ ഈ ജന്മപാപം കൊണ്ട് വരുന്നുണ്ടോ എന്നുള്ളൂ. പക്ഷേ ഈ പാപകരമായ ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രോമോസോമുകളുടെ തുടർച്ച തന്നെയാണ് ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ പ്രത്യേകിച്ച് തർക്കിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാലും പാപം ചെയ്യൂ എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? നമ്മുടെ ജീവിതം തന്നെ പോരെ. ദൈവത്തിൻ്റെ പുത്രനോ ദൈവത്തിൻ്റെ പുത്രിയോ ആയി എന്നുള്ള ആ
പ്രസാദപര ജീവൻ നമുക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തെ നമ്മളൊരു തരത്തിൽ നിരാകരിക്കുന്നില്ല. പക്ഷേ അവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിലേക്ക് നിന്ന് എടുക്കപ്പെടുകയല്ല, നിങ്ങൾ ലോകത്തിലായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17 അധ്യായത്തിൽ നമ്മൾ അവസാന ആ ഡിസ്കോഴ്സിലൊക്കെ ശിഷ്യന്മാരോട് ജനങ്ങളോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലെ 1 അധ്യായത്തിലെ 8-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതുന്നു: നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആദിമസഭയിലെ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ ബിജു ചോദിച്ച ഈ ചോദ്യം, നമ്മുടെ ജനങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം ചോദിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് ജീവിച്ച, ഒരുപക്ഷെ ഏറ്റവും അധികകാലം ജീവിച്ച, യേശുവിന് ശേഷം ജീവിച്ച ആ ശിഷ്യൻ അതിനൊരു ഉത്തരം അദ്ദേഹത്തിൻ്റെ ആദ്യ ലേഖനത്തിൽ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ പാപം ചെയ്യാനുള്ള പ്രവണത നിലനിൽക്കുന്നു. മനുഷ്യന് അവൻ്റെ മജ്ജയും മാംസവുമുള്ള ഈ മണ്ണ് ചേർന്നിട്ടുള്ള, അല്ലേ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, മണ്ണിൻ്റെ കൂടാരമാണ്. നമ്മൾ ഫുൾട്ടൻ ജെഷിൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ നമുക്കറിയാം. ദൈവവിളിയെക്കുറിച്ച് പ്രത്യേകിച്ച് എഴുതുമ്പോഴാണ് മൺപാത്രത്തിലെ നിധി എന്നാണ് പറയുന്നത്. ദൈവവിളി സ്വീകരിച്ച ഒരാളെക്കുറിച്ച്, പൗരോഹിത്യം സ്വീകരിച്ച അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുന്ന ഒരാൾ, നിധി വളരെ വലുതാണ്, പക്ഷേ മൺപാത്രത്തിലാണ് ഏത് നേരവും ഇത് ഉടഞ്ഞു പോകാം. മനുഷ്യജന്മം അങ്ങനെ തന്നെയാണ്. അവന് സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുള്ള വാസന ഒരേ സമയമുണ്ട്. അതുകൊണ്ട് അവൻ്റെ സ്വാർത്ഥതയിൽ അവൻ എപ്പോഴും അവനിൽ തന്നെയുള്ള ചില വാസനകളുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ അവൻ സോഷ്യലൈസ് ചെയ്യപ്പെടുന്ന, സാമൂഹ്യവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിലൂടെ അവനിലേക്ക് കയറി വരുന്ന തിന്മകളുടെ സ്വാധീനത്താലോ അവൻ കാണുന്നതും കേൾക്കുന്നതുമായ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവനെ ഓരോ നിമിഷവും അവന് വരുന്ന പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടാനോ ഒക്കെയുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ആ സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ടാണ് യേശു ഈ അനുരഞ്ജനത്തിൻ്റെ കൂദാശ ഈ നമുക്ക് സ്ഥാപിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധിയിലേക്കുള്ള യാത്ര നിരന്തരമായ ഒരു ക്ലേശകരമായ പ്രയാണമാണ്. ഒറ്റയടിക്ക് ഒരാൾ ഇന്ന് വിശുദ്ധനായി തീരുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് മാമോദീസായിലൂടെ നമുക്ക് ദൈവിക ജീവനിൽ നമ്മൾ പങ്കാളിയാകുന്നു, പാപമൊക്കെ മോചിക്കുന്നുവെങ്കിലും മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവൻ്റെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് അവന് ഒരു സ്വാർത്ഥനാകാനുള്ള ഒരു സാധ്യത, ഒരു അഭിവാഞ്യം എപ്പോഴും മനുഷ്യനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പാപത്തോട് ചായ്വ് എപ്പോഴും മനുഷ്യനുണ്ട്. അത് വളരെ മെഡിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവാവുന്നുള്ളൂ. ഈ മനുഷ്യൻ ഇങ്ങനെ ജനിക്കുമ്പോൾ തന്നെ തിന്മ ചെയ്യണമെന്ന് വിചാരിച്ച് ജനിക്കണതല്ല. എന്താണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്നത്? സെൽഫ്. ഇപ്പം നമ്മൾ ഓരോ വ്യക്തിയും ആയിരിക്കുക എന്നുള്ളതൊരു ആവശ്യം കൂടിയാണ്. ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വീഴുന്ന ഒരു കുഞ്ഞ് തികച്ചും അരക്ഷിതമായ ലോകത്തിലേക്കാണ് വന്നു വീഴുന്നത്. കാരണം അതുവരെ ഏറ്റവും സുഷുപ്തിയിൽ ഇങ്ങനെ സുഖമായിട്ടെല്ലാം ലഭിച്ച് ജീവിച്ചൊരു കുഞ്ഞ് പുറത്തേക്ക് വന്നു വീഴണം ഈ വെളിച്ചത്തിലേക്ക്. അപ്പോൾ മുതൽ ആ കുട്ടി കരഞ്ഞാണ് കുട്ടി ജനിക്കുന്നത്. ചിരിക്കുന്ന കുട്ടികൾ വളരെ കുറച്ചേ ജനിക്കാനാണ് കണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഉടനെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അങ്ങനെ ജനിച്ചു വീഴുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണ്. കുട്ടി കരഞ്ഞില്ലെങ്കിലാണ് അപകടം. കാരണം ഈ കൺഫ്രണ്ടേഷൻ നടക്കുകയാണ്, അന്യത. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ എപ്പോഴും ആ കുട്ടിക്കൊരു ഭയമുണ്ട്, ഞാൻ ഇല്ലാതായി പോവുമോ. അതാണ് നമ്മൾ കൊച്ചു കുട്ടികൾ, 1 വയസ്സായ കുട്ടികൾ പോലും തൻ്റെ മറ്റു കുട്ടികളോടൊപ്പം കൂടെ നിൽക്കുമ്പോൾ വളരെ സ്നേഹവും ആ പാരസ്പര്യമൊക്കെ, ഈ നന്മയുടെ വാസനകൾ അവിടെ ഉണ്ടെങ്കിലും എൻ്റേത്, ഞാൻ, ഇതെൻ്റെയാണ് എന്ന് പറയുന്നൊരു സ്വഭാവം നമ്മളവിടെ കാണുന്നുണ്ട്. അതിങ്ങനെ വളർന്ന് എന്നും അവനിലുണ്ടാവും. അപ്പോൾ ഒരു തരത്തിൽ അത് അവന് ആവശ്യമാണ്, അല്ലെങ്കിൽ അവനൊരു വ്യക്തി ആവില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പാപം ചെയ്യാൻ ഇങ്ങനെ ബലം പിടിച്ച് വരുന്നു എന്നുള്ളതൊരു വളരെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. മനുഷ്യ അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് അവനായിരിക്കാനുള്ളൊരാഗ്രഹം. പക്ഷെ അവനായിരിക്കുന്നത് മറ്റുള്ളവനോടൊപ്പം കൂടി ആയിരിക്കുമ്പോഴാണ് എന്നാണ് സ്ലോവിലെ മതം സമൂഹവും അവനെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാപം ചെയ്യാനുള്ള അവൻ്റെ അഭിവാഞ്യമുണ്ട്, പാപത്തിൽ അവൻ വീണുപോകുന്നു. അപ്പോൾ അതിൽ നിന്ന് അവനെ വീണ്ടും
ദൈവികത്തിൻ്റെ പ്രസാദപരത്തിലേക്ക് അവനെ വീണ്ടും കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ വിശുദ്ധ അതുകൊണ്ടാണ് കുമ്പസാരമായിട്ട് കാണുന്നത്. ദ്വിതീയ മാനസാന്തരം എന്ന് കുമ്പസാരത്തെ വിളിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾട്ടൻ ഷീൻ പറയുന്ന മൺപാത്രത്തിലെ നിധി, എനിക്ക് തോന്നുന്നു ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ ഇത് തുടങ്ങുമ്പോൾ തന്നെ 1420 തന്നെ പറയുന്നുണ്ട് ഈ ദൈവിക ജീവനാകുന്ന ആ കൃപ മൺപാത്രത്തിലാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ മൺപാത്രത്തിൽ അഴുക്ക് വരാം, നമുക്ക് സാഹചര്യങ്ങളുണ്ട്, അതിൽ പൊട്ടിപ്പോകാം. അപ്പോൾ അത് വീണ്ടും അത് കൂട്ടിച്ചേർക്കലുകയും അഴുക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛാ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കുമ്പസാരം എന്ന് പറയുന്നത് സാധാരണ ഒരു കൗൺസിലിംഗ് പോലെയാണ്. അപ്പോൾ ഇതിനേക്കാളും അച്ഛന്മാരൊന്നും നല്ല കൗൺസിലേഴ്സോ അല്ല, നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയി ഇത് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത്. കൗൺസിലിങ്ങിനപ്പുറത്ത് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? കാലാകാലങ്ങളിൽ ഈ അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന രീതികളെക്കുറിച്ച് ഇതുപോലെയുള്ള വിശകലനങ്ങൾ രൂപപ്പെടുക വളരെ സ്വാഭാവികമാണ്. സംസ്കാരം മാറുന്നതിനനുസരിച്ച് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ സൈക്കോളജി, മനഃശാസ്ത്രം ഒരിടത്തും ഇല്ലായിരുന്നല്ലോ. ഇവിടെ നമുക്ക് മനസ്സിലാകാത്തതെല്ലാം എന്തോ അതീന്ദ്രിയമായ ഒരു രഹസ്യാത്മകത അതിൻ്റെ പുറകിൽ ചേർത്ത് വെച്ചാണ് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതായത് കുറേ കാര്യങ്ങളൊക്കെ ഈ മതം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സത്യമാണ്. അതൊരു പ്രത്യേകമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ തന്നെ അത് പറയുന്ന രീതിയിൽ പലപ്പോഴും പോരായ്മകൾ ഉണ്ടെന്നും അത് പലതും മനഃശാസ്ത്രപരമായിട്ട് അതിന് ഒരു വശമുണ്ടെന്നും അതുകൂടി മനസ്സിലാക്കേണ്ടതാണെന്നും നമുക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കൗൺസിലിംഗ് ഇന്ന് വളരെയധികം സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, അതിപ്പോൾ ഫ്രോയിഡ് ആയാലും യുങ് ആയാലും കാൾ ഗുസ്താവ് യുങ് ആയാലും പിന്നീട് പറഞ്ഞ പല ആളുകളിലൂടെ ഇത് കൂടുതൽ ഇന്ന് മനുഷ്യനെ സ്വാധീനം. ഇപ്പോൾ ഏറ്റവും ഷാൻ ലക്കാൻ എന്നൊക്കെ പറയുന്ന ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനൊക്കെ വളരെയധികം വായിക്കപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നതിൽ ഈ മനഃശാസ്ത്ര വശമുണ്ട്. തീർച്ചയായിട്ടും കുമ്പസാരത്തിലും ഉണ്ട് ഒരു മനഃശാസ്ത്ര വശം. കാരണം മനുഷ്യന് 3 പ്രധാനപ്പെട്ട ഭാവങ്ങളുണ്ട് എന്ന് നമ്മൾ പറയും ഇല്ലേ? ശരീരം, മനസ്സ്, ആത്മാവ്. ഇത് മൂന്ന് കഷ്ണങ്ങളായിട്ട്, സെപ്പറേറ്റ് കഷ്ണങ്ങളായിട്ട് പരസ്പരം ബന്ധമില്ലാത്ത 3 കാര്യങ്ങളല്ല. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ആത്മാവിലുണ്ടാകുന്ന ചെറിയ ഒരു വ്യതിയാനം, ആത്മാവിലെ വെച്ചാൽ ധാർമ്മികമായ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ചെറിയ പാളിച്ച മതി, അത് എൻ്റെ മനസ്സിനെ ബാധിക്കും. ആ മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന കാര്യം ഉടനെ എൻ്റെ ശരീരത്തിലേക്ക് അത് വ്യാപിക്കുകയാണ് പിന്നീട്. അപ്പോൾ നമ്മൾ ഈ ആയുർവേദ ചികിത്സകളിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് നമ്മളിന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാര്യം, എനിക്ക് വെർട്ടിഗോ ഒക്കെ വന്നിട്ട് ഹോമിയോപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർ ആദ്യത്തെ പ്രാവശ്യം 1 മണിക്കൂർ സെഷനാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ഹിസ്റ്ററി മുഴുവൻ ചോദിക്കുകയാണ്. നമ്മൾ ജീവിച്ച രീതികൾ, ഭക്ഷണ രീതികൾ, നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന ജോലികൾ, അത് നമ്മളിൽ വരുത്തുന്ന സംഘർഷങ്ങൾ, അത് ഇന്ന് മെഡിസിൻ വളരെ കൃത്യമായിട്ട്, അത് അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും ആയുർവേദ ആയാലും സിദ്ധൌഷധങ്ങളായാലും നാച്ചുറൽ പതി, എവിടെ നമ്മൾ നോക്കിയാലും ഇന്ന് നമ്മൾ മനുഷ്യനത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ എല്ലാ രോഗങ്ങൾ തന്നെ സൈക്കോസൊമാറ്റിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഉറക്കം കിട്ടാത്ത ആളുകൾ ചില അവസരങ്ങളിൽ നമ്മൾ മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് പോകുന്നു, സൈക്കാട്രിയുടെ അടുത്ത് പോകുന്നു. അവരിങ്ങനെ ചോദിച്ചു പറയും, എന്താണ് മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് എന്ന് മുതലാണ് ഉറക്കം വരാതിരുന്നത്? പകൽ കണ്ടുപോകാൻ ഉറങ്ങുന്നുണ്ടോ? വ്യായാമമുണ്ടോ? വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? ഫാമിലിയിൽ എങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവർ പറയും ആരെങ്കിലുമായിട്ട് ടെൻഷനിലാണോ? അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ആളോട് ഡോക്ടർ പറയും, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ആരോടൊക്കെ ഭയങ്കര വിരോധമാണോ? ഞാനും വൈഫുമായിട്ട് വേറെ സ്ഥലത്ത് ജീവിക്കുകയാണ്, അപ്പനും അമ്മയും വേറൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അവരെനിക്ക് സ്വത്ത് തന്നപ്പോൾ എനിക്ക് അധികം തന്നില്ല, അവിടെ ഞാൻ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഈർഷ്യയാണ്. ഓക്കെ. പക്ഷേ ഈ വ്യക്തി തന്നെ ഒരുപക്ഷെ അറിയുന്നില്ല, ഈ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് എൻ്റെ മനസ്സ്. പക്ഷേ ഉപബോധ മനസ്സിന് 3 തലമുണ്ടല്ലോ, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉപബോധ മനസ്സിൽ വാസ്തവത്തിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ സമന്വയത്തിന്, ഐക്യത്തിന്, സമാധാനത്തിന്, ശാന്തിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉറക്കത്തെ അത് പുറകോട്ട് വലിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ ഒരാളായിട്ട് ഭയങ്കരമായിട്ട് വഴക്കടിച്ചു,
ആ വഴക്കടിച്ചിട്ട് രാത്രി ചെന്ന് കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അയാളെ മുറിപ്പെടുത്തുന്നൊരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മൾ ആ ആളോട് പോയി മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ ആശ്വാസമായി. അതായത് ഞാനൊരു പരിഹാരം ചെയ്തു, അദ്ദേഹം എന്നോട് ക്ഷമിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സ് കൂളാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരണത്, കൗൺസിലിങ് കൂടെയാണ് എന്ത് ഒരു കുമ്പസാരം. പല ശാരീരിക അസുഖങ്ങൾക്കും മാനസിക അസുഖങ്ങൾക്കും ഏറ്റവും വലിയ പ്രതിവിധി പലപ്പോഴും നല്ലൊരു കുമ്പസാരമാണ്, നല്ലൊരു ധ്യാനമാണ്. ഇപ്പോൾ നവീകരണ ധ്യാനങ്ങളിലെല്ലാം കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവരാദ്യം തന്നെ കുമ്പസാരത്തിൻ്റെ സെഷൻ വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു ക്രമം അനുസരിച്ച് പലപ്പോഴും ഇതിൻ്റെ അവസാനമാണ് കുമ്പസാരം. കാരണം ധ്യാനത്തിലെ പാപങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാ തിന്മയുടെ തെറ്റുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒരു മുഴുവൻ കുമ്പസാരം നടത്താൻ ഒരു പക്ഷേ അതാണ് നല്ലത് എന്നുള്ള ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൽ നിന്നാണ് അത്. അതേസമയം ഇന്ന് ഈ നവീകരണ ധ്യാനങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് കാണുന്ന ഒരു കാര്യം ഇതാണ്. ആദ്യമേ അവർ കുമ്പസാരിപ്പിക്കും, എന്നിട്ട് വീണ്ടും അവർക്കൊരു കൗൺസിലിംഗ് ഉണ്ട്. ഇനി അവസാനം ഒന്നുകൂടി കുമ്പസാരിക്കണമെങ്കിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ആദ്യമേ തന്നെ ഇത് ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥമായൊരു കുമ്പസാരം ആദ്യം നടത്തുമ്പോൾ തന്നെ വാസ്തവത്തിൽ നടക്കുന്നത് ഈ നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് തമ്മിൽ നടന്നിട്ടുള്ള ഈ വേർപെടലുകൾ, അനൈക്യങ്ങൾ, അത് ഒന്ന് ഒരുമിപ്പിക്കാൻ, അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഒരു സാകല്യത നമ്മുടെ ജീവിതത്തിന്, സമന്വയത, ഐക്യം നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസാദവരം അവിടെ കൂടുതൽ സജീവമായി ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കൂടുതൽ സാധ്യതകൾ അനുഭവങ്ങളിലൂടെ കണ്ടതുകൊണ്ടാണ് ഇന്ന് ധ്യാനഗുരുക്കന്മാർ അങ്ങനെയുള്ളൊരു കാര്യം പറയുന്നത്. അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഊന്നിയത് ഇതെല്ലാം ഭയങ്കര ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തിന്മ ചെയ്യാനുള്ള നമ്മുടെ വാസനകൾ, തിന്മ ചെയ്യുന്നതിന് ശേഷം ഉണ്ടാകുന്ന തിക്തഫലങ്ങൾ, അത് നമുക്ക് പിന്നീട് ടെൻഷനായിട്ട്, ഷുഗറായിട്ട്, പ്രഷറായിട്ട്, കൊളസ്ട്രോളായിട്ട്, ശരീരവേദനയായിട്ട്, ക്യാൻസറായിട്ട്, ത്വക്ക് രോഗങ്ങളായിട്ട്. അതുകൊണ്ടാണ് കർത്താവ് എല്ലാ പ്രാവശ്യവും ഒരു രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ നിൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് നമുക്ക് അന്ന് നോക്കുമ്പോൾ ആദ്യം ഇടക്കാലത്ത് മനഃശാസ്ത്രമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടോ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് മനുഷ്യൻ പറയാൻ തുടങ്ങി. പക്ഷേ ഇന്ന് പഠനം മുന്നോട്ട് പോയപ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് എനർജിയുടെ തലത്തിൽ കണ്ടമാനം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ വരുത്തുന്ന മാറ്റം. ഇപ്പോൾ നമ്മുടെ ഈ ഡിവൈനിൽ തന്നെ നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, അവിടെ ജാഗരണ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നടക്കുമ്പോൾ അത് ഇവിടെ ഉണ്ടാക്കുന്ന വികിരണങ്ങൾ, അത് ആ വ്യക്തിയിലേക്ക്, മറ്റു വ്യക്തികളെ അത് ബാധിക്കുന്നതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ ഫിസിയോതെറാപ്പി കൂടുതൽ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ഇന്ന് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തു വരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ ഇന്ന് ഭാവിയിലെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഭാഗമാണ് ഈ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനവും അതുപോലെ എനർജിയെക്കുറിച്ചുള്ള പഠനങ്ങളും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ഇന്ന് വ്യക്തമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൗൺസിലിങ്ങിൻ്റെ ഒരു കാര്യമാണ്. എന്നാൽ കുമ്പസാരം എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് മാത്രമല്ല നടക്കുന്നത് അവിടെ. കാരണം അതിൽ ഏറ്റവും പ്രഥമമായ കാര്യം ദൈവം പാപങ്ങൾ മോചിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ രക്ഷണീയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ അതൊരു കൂദാശയാണ്, പാപമോചന അധികാരം ഇങ്ങനെ നൽകുകയാണ്. അപ്പോൾ ആ ദൈവം അഴിക്കാനും അല്ലെങ്കിൽ കെട്ടാനുമുള്ള ആ നടത്തിയ കൃപ, ആ പ്രസാദവരം ഒരു വൈദികൻ ഈ സഭയുടെ പേരിൽ, അഭിഷിക്തനായൊരു വൈദികൻ ജനങ്ങളുടെ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ആ കർമ്മം ചെയ്യുമ്പോൾ എന്താണോ അതിലൂടെ ഉദ്ദേശിച്ചത്? പാപമോചനമാണ്. ആ പാപമോചനം ആന്തരികമായി ഒരു വ്യക്തിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതൊരു കൗൺസിലിങ്ങിൽ നടക്കുന്നില്ല. അതുകൊണ്ട് നല്ല കൗൺസിലേഴ്സ് എല്ലാവരും പറയും നീ പോയിട്ടൊന്ന് കുമ്പസാരിക്കണം. നല്ല കുമ്പസാരക്കാരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പറയാറുണ്ട്, മോനൊരു കൗൺസിലിങ്ങിന് ഇതിന് ശേഷം മോള് പോകണം എന്ന് പറയും. അതായത് ഈ ശാരീരിക സുഖവും മാനസിക സുഖവും അതുപോലെ ആത്മീയ സൗഖ്യവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമാണ്. അപ്പോൾ ഇതൊരു ദൈവികമായ പ്രവൃത്തിയായിട്ടാണ് മനസ്സിലാവും. ഇപ്പോൾ കൗൺസിലിങ്ങിലൂടെ കൂടെ പറയുമ്പോൾ അത് മാനുഷികമായൊരു പ്രവൃത്തിയായിട്ട് കാണണ്ട. കാരണം ഈ മനഃശാസ്ത്രത്തിലൂടെ സംഭവിക്കുന്നതും വൈദ്യശാസ്ത്രത്തിലൂടെ സംഭവിക്കുന്ന ചികിത്സയുടെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ ബിഷപ്സ് തിയോളജിയൻ കൊളോക്കിയത്തിൽ ഞാൻ ഈ കൊഗ്നിറ്റീവ് സയൻസ്
ഞാനതിന് ഇന്നിപ്പോൾ വളരെ ഡെവലപ്ഡ് ആയ ഒരു കാര്യമാണ്. കൊഗ്നിറ്റീവ് സയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഒരു പേപ്പർ അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. ഈ കൊഗ്നിറ്റീവ് സയൻസ് മസ്തിഷ്കത്തോട് ബന്ധപ്പെട്ട് ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന ക്രോമോസോമുകളിൽ വരാവുന്ന ചേഞ്ചസ്, അതുപോലെ നമ്മൾ എൻസൈംസ് ബ്രെയിനിൽ, ഇതൊരു കെമിക്കൽ സിസ്റ്റമാണ്, ന്യൂറോ സിസ്റ്റം. അപ്പോൾ ഈ ന്യൂറോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊഗ്നിറ്റീവ് സയൻസിൻ്റെ പഠനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്നത് കണ്ടുപിടിക്കുന്നുണ്ട് ശരിക്കും നമ്മളിൽ നടക്കുന്ന രാസമാറ്റങ്ങൾ. അപ്പോൾ ഈ പ്രാർത്ഥന നന്നായിട്ട് നടക്കുമ്പോൾ നമ്മളിൽ തന്നെ സൗഖ്യം സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ 1-2 പിതാക്കന്മാർ, പ്രായമുള്ള ചില പിതാക്കന്മാർ ഉന്നത പദവിയിലിരിക്കും, അവർ ചോദിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു വരണത് ഇതിപ്പോൾ പ്രാർത്ഥന ഒരു സൈക്കോളജിക്കൽ ആക്റ്റാണ് എന്നുള്ളതാണോ? ഇതിൽ ദൈവത്തിൻ്റെ കൃപയൊന്നുമില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല പിതാവേ. കാരണം നമ്മൾ ഈ കൊഗ്നിറ്റീവ് സയൻസ് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോ, മനഃശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കുന്നതോ, വൈദ്യശാസ്ത്രം പഠിച്ച് മനസ്സിലാക്കുമ്പോഴോ ഒന്നും ഇത് ദൈവികമായ കൃപയ്ക്കോ ദൈവികമായ പ്രസാദപരത്തിനോ എതിരല്ല. ദൈവം തന്നെ മനുഷ്യ ബുദ്ധിയിലെ ഇങ്ങനെയുള്ള കഴിവുകൾ മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ കൂടെ ഉണ്ട്. മനുഷ്യൻ ഒരു ഇൻ്റഗ്രൽ ബീയിങ് ആണ്, എല്ലാവരും ഉൾച്ചേരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ചില വശങ്ങൾ ഇന്ന് ലൗകികമായ ശാസ്ത്രങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന സെക്കുലർ സയൻസസ്, ഹ്യൂമൻ സയൻസസ്, സൈക്കോളജിക്കൽ സയൻസസ്, സോഷ്യോളജിക്കൽ സയൻസസ് എടുത്തു കാട്ടുന്നു എന്നുള്ളൂ. അതിലൂടെ പ്രവർത്തിക്കുന്നതും ദൈവം തന്നെയാണ്. അതുപോലെ ആന്തരികമായ ഒരു കൂദാശയിലൂടെ സംഭവിക്കുന്നതും ദൈവത്തിൻ്റെ ഇടപെടൽ. രണ്ടും ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഒന്ന് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ നാച്ചുറൽ ലോയിലൂടെ ചില കാര്യങ്ങൾ നടക്കുന്നു, ചിലത് സൂപ്പർ നാച്ചുറൽ ലോയിലൂടെ നടക്കുന്നു. അതുകൊണ്ട് ഇതൊരു കൗൺസിലിംഗ് ആയിട്ട് തരം താഴ്ത്തുന്നത് ഒട്ടും ശരിയല്ല. അച്ഛൻ പറഞ്ഞതൊക്കെ വളരെ വാസ്തവം തന്നെയാണ്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന് ഇപ്പോൾ ഒരു രോഗമുണ്ടാകുമ്പോൾ തന്നെ അതിനൊരു സിംറ്റമാറ്റിക് ആയിട്ട് അല്ല ഇപ്പോൾ കാണുന്നത്, അതിനെ ഒരു ടോട്ടാലിറ്റി കാണണം. അപ്പോൾ ഒരു മനസ്സ്, ശരീരം, ആത്മാവ് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ UC കോളേജിൽ സൈക്കോളജി പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറാണ്, ഡോക്ടർ ഷിബു. അദ്ദേഹം എന്നോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കുമ്പസാരം ഒത്തിരി ആളുകൾക്ക് ആശ്വാസം നൽകുന്നതാണ്. കാരണം ഒത്തിരി വലിയ ഒരു നിധിയാണതെന്ന്, അത് വേണ്ട രീതിയിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തണമെന്ന് പലപ്പോഴും. അതൊരു ഹിന്ദുവാണ്. അതാണ് ഈ ക്രിസ്തീയ സഭയിൽ നമ്മളിങ്ങനെ പോകുന്ന ആളുകൾക്ക്, പുറത്ത് നിൽക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇതിൻ്റെ വിശ്വാസ കാഴ്ചപ്പാടില്ലാത്തവർ ഒരു പക്ഷേ ഇതിനെ വിമർശിച്ചേക്കാം. പക്ഷേ നമ്മൾ വളരെ സെക്കുലറായിട്ട് ജീവിക്കുന്ന ആളുകൾ, മറ്റു മതങ്ങളിലുള്ള ആളുകൾ ഈ കുമ്പസാരത്തിൻ്റെ അനുവചനീയമായ സൗഭാഗ്യത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മുടെ യുവാക്കളുടെ ഒരു ഐക്കണായിട്ട് തന്നെ ഇന്ന് വളരെയധികം സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ നമ്മുടെ അന്നക്കുട്ടി ജോസഫ്, ഈ പൊരട്ടിയുടെ. അവൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ ബറീഡ് തോട്ട്സ് എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ ഈ അനുഭവങ്ങൾ ബറീഡ് തോട്ട്സിലാണെന്നാണ് എൻ്റെ പ്രത്യേകമായ ഓർമ്മ. അതിലൊരു കുമ്പസാരത്തെക്കുറിച്ച് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകുന്നതും, ആ കുമ്പസാരം അദ്ദേഹം ഏറ്റവും കൂടുതൽ യൂത്തിനോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, കുമ്പസാരം ഒരു വലിയ അനുഗ്രഹമാണ്. അത് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും നിരന്തരമായി പരിവർത്തിപ്പിക്കുവാനും ദൈവത്തിൻ്റെ മുന്നിൽ ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷിയെ നേരിട്ട് കാണാനും ലഭിക്കുന്ന ഈ ഭാഗ്യം വേറൊരിടത്തുമില്ല. ഒരുപക്ഷെ ഇത് നമുക്ക് പിന്നീട് വേറൊരു എപ്പിസോഡിൽ പറയാൻ അവസരം ഉണ്ടാവും കൂടുതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വളരെ നന്ദി അച്ഛാ. നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഏതായാലും ഈ കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ ഈ കണ്ട 2 എപ്പിസോഡുകളിലും എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഈ കുമ്പസാരത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും കുറെ കൂടി അടുത്ത് മനസ്സിലാക്കാനും സഹായിക്കുന്ന വിശദീകരണങ്ങളാണ് അച്ഛൻ നൽകിയത്. വളരെ നന്ദി. വിശുദ്ധ കുമ്പസാരം എന്നത് കേവലം ഒരു കൗൺസിലിംഗ് മാത്രമല്ല. ക്രിസ്തുനാഥൻ തൻ്റെ സഭയിലൂടെ ദൈവജനത്തിന് നൽകിയ വലിയൊരു നിധിയാണത്. ആ നിധി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ എപ്പിസോഡ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.